അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 കാറില്ല എന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണമല്ല. ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള 18, 19, 20, 21 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് 400 രൂപയ്ക്ക് സെല്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത്. അതെ 21 കാറൊന്നുമില്ല, അൻവിൻ എല്ലാം സ്കാം ചെയ്യുവാണ്, അൻവിൻ റെന്റഡ് റിച്ച് ആണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞത്. എനിക്ക് അൻവിനോട് പ്രത്യേകിച്ച് ദേഷ്യവും കാര്യമൊന്നുമില്ല. എനിക്ക് അൻവിനോട് ദേഷ്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം പേഴ്സണൽ റിവഞ്ചിനോ വെണ്ടറ്റ തീർക്കാൻ വേണ്ടിയോ ഞാൻ പറഞ്ഞതല്ല. അൻവിൻ 400 രൂപ കോഴ്സ് കൊച്ചു കുട്ടികൾക്കായിട്ട് വിറ്റ് തുടങ്ങി. അതൊരു സ്കാമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കോൾ ഔട്ട് ചെയ്തത്. ഫസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു, 21 കാറില്ല എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു സാധനം നമ്മുടെ പേരിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സാധനം ഉണ്ട്. ഞാൻ ഒന്ന് നീങ്ങിയിരുന്നോട്ടെ. നമ്മുടെ കയ്യില് സാധനം ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ 21 വണ്ടി ഉണ്ട് എന്ന് ഞാനിപ്പോ പല ആൾക്കാരുടെയും പേരിലായിരിക്കും വാങ്ങിച്ചിട്ടേക്കുന്നത്. ചിലപ്പോൾ എന്റെ പേര് തന്നെ ആയിരിക്കും. അപ്പൊ നാളെ എടുത്ത് എവിടെ കിടക്കുന്ന ഒരുത്തം വന്ന് നിന്നിട്ട് എനിക്ക് 21 വണ്ടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു മൈ വ്യൂ പോയിന്റ്, എന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഞാൻ ആ നാട്ടുകാരെ പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരെ പേരിൽ വാങ്ങിച്ചു, എന്തോന്നിന് വാങ്ങിച്ചു എന്നുള്ളതൊക്കെ എന്റെ ഇഷ്ടമാണ്. അതെനിക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ പേരിൽ ആ വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ, അത്രയും വണ്ടി എന്റെ കയ്യിൽ ഇല്ല എന്ന് വേറൊരുത്തം വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവനത് പ്രൂവ് ചെയ്യണം. അവനാണത് പ്രൂവ് ചെയ്യേണ്ടത്. വണ്ടിയുടെ കേസ് മാറ്റി നിർത്താം, വണ്ടിയുടെ കാര്യത്തിന്റെ കേസ് നമുക്ക് മാറ്റി നിർത്താം. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരുന്നത് 21 വണ്ടി അൻവിന്റെ പേരിൽ ഇല്ല എന്ന് ഡോക്ടർ ട്രാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് ഇതുവരെ കാണിച്ചിട്ടില്ല. ഡോക്ടർ ട്രാക്ക് എന്തുകൊണ്ട് അതിന്റെ തെളിവ് കാണിക്കുന്നില്ല? ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അതിന്റെ തെളിവൊന്ന് കാണിച്ചൂടെ? അത് കാണിക്കുന്നില്ല. അപ്പോ 21 കാറില്ല എന്ന് ഡോക്ടർ ട്രാക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന് പുലമ്പിട്ട് പോയി. പല ആൾക്കാരുടെ പേരിലായിരുന്നു ചിലപ്പോൾ അൻവിൻ വാങ്ങിച്ചേക്കുന്നത്. 21 വണ്ടി ഇല്ല എന്ന് എന്ത് അടിസ്ഥാനത്തിന്റെ പേരിൽ വന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് രണ്ടാമത്തെ വീഡിയോയിൽ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ച് കാണിച്ചില്ല. എവിടെ? ഇതാണ് എക്സ്പോസിങ്. വായിൽ വരണ എന്തെങ്കിലും കോതയ്ക്ക വട്ടെന്നവന് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നതാണ് എക്സ്പോസിങ്. ഇത് എക്സ്പോസിങ് ഇല്ല, ദിസ് ഈസ് ഡിഫേമേഷൻ എന്നേ പറയത്തുള്ളൂ. ദിസ് ഈസ് നോട്ട് എക്സ്പോസിങ് ബ്രോ, സീരിയസ്ലി ദിസ് ഈസ് നോട്ട് എക്സ്പോസിങ്. എക്സ്പോസിങ് സംതിങ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് ഷോ അസ് സം പ്രൂഫ് കാണിക്കുന്നില്ല. ആൻഡ് 400 രൂപയ്ക്ക് കോഴ്സ് വിറ്റ് തുടങ്ങി. എന്ത് കോഴ്സ്? ഏത് കോഴ്സ്? എന്ത് കോഴ്സ് വിറ്റ് തുടങ്ങി സ്കാം എന്ന് വന്ന് ഇയാൾ പറഞ്ഞ ഉടനെ സ്കാം ആവോ? ഇഫ് 400 രൂപയ്ക്ക് കോഴ്സ് വിറ്റ് സ്കാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കുക. എവിടെന്നോ ആരെങ്കിലും പൊക്കിക്കൊണ്ടുവന്ന കുറച്ച് ചാറ്റല്ല കാണിക്കുള്ളൂ. അത് നിങ്ങളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും വന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് ചെയ്യണമെങ്കിലോ? അൻവിൻ അതിനെ കുറിച്ചൊന്നും പറയുന്നതുമില്ല. അങ്ങനെ ഇച്ചിരി പൈസക്ക് കുറച്ച് വണ്ടി എടുക്കുന്നു, ഇച്ചിരി പൈസക്ക് ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഇച്ചിരി ആയിട്ട് അങ്ങനെ നടക്കുന്നു. ഇവൻ വന്നിട്ട് ഇടയ്ക്ക് കുറെ ചാറ്റും കൊപ്പും പൊക്കി പിടിച്ചോണ്ടിട്ട് ഇതാണ് തെളിവെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. Are you serious? Is this exposing? This is defamation, bro.